ഗലാത്യർ 5-ാമത്തെ വചനം പറയുന്നത്, നമ്മൾ ഒരിക്കൽ ദൈവത്തിൻ്റെ ആ സത്യവചനം അറിഞ്ഞിട്ട് നമുക്കൊരു ഫ്രീഡത്തിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ആ നുഖത്തിൻ്റെ കീഴിൽ പോകരുത് എന്നുള്ളത്. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. സ്റ്റാൻഡ് ഫാസ്റ്റ് therefore in the liberty by which Christ has made us free and do not be entangled again with the yoke of bondage. നമ്മൾ കേട്ടു യോഹന്നാൻ 8-ാം വചനം പറഞ്ഞതാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ആ അടിമത്തത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാരുടെ ലേഖനത്തിൽ പറയുകയാണ്. ഒന്ന് വായിച്ചേ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അപ്പൊ ക്രിസ്തു വന്നിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം നമുക്കറിയാം 4-ാമത്തെ വചനം മുതൽ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് the spirit of the Lord is upon me, I have come to give liberty. അവിടെ ഫ്രീഡം, അവിടെ നമുക്കൊരു വിടുതൽ തരുവാനാണ് യേശു ക്രിസ്തു വന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയും അടിമത്തത്തിൻ്റെ നുഖത്തിലേക്ക് നമ്മൾ പോകരുത്. വായിച്ചേ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. അപ്പൊ ഏത് അടിമത്തത്തെ കുറിച്ചാണ് പറയുന്നത്? നിയമത്തിന്റെ അടിമത്തം. ആദ്യത്തെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നിയമമുണ്ടായിരുന്നു. നിയമത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ യേശു ക്രിസ്തു വന്നിട്ട് മോചിപ്പിച്ചു. എന്നിട്ട് സ്നേഹത്തിന്റെ നേരത്തെ കേട്ടില്ലേ, യോഹന്നാന്റെ ലേഖനമല്ല ഗോസ്പൽ 1:17 എങ്ങനെയാണ് നിയമം ആര് വഴി നൽകപ്പെട്ടു? മോശ വഴി നൽകപ്പെട്ടു. അതൊരു നുഖമായിരുന്നു, ഒരു അടിമത്തത്തിന്റെ നുഖമായിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടിയത് എങ്ങനെയാണ്? പക്ഷെ കൃപയും സത്യവും യേശു ക്രിസ്തു വഴി. അത് അറിഞ്ഞിട്ട് തന്നെ പിന്നെ തിരിച്ച് നമ്മൾ ആ നിയമത്തിന്റെ നുഖത്തിന്റെ അടിയിലോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം എപ്പോഴും എന്നാ ഒരു നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഈ പാപം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മതത്തിൻ്റെ ആവശ്യം ഉണ്ടാകുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈദാൻ തോട്ടത്തിൽ ആദവും ഹവ്വയും പാപം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവർ അത്തി ഇലയുടെ ആ മതത്തിൻ്റെ കീഴിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലേ? അവർ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. മതം എന്താ ശ്രമിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ദൈവവുമായിട്ട് തിരിച്ച് ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആ ഒരു പ്രക്രിയയാണ് മതം. മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയാണ് മതം, തിരിച്ച് ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാപം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മതത്തിൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് മതത്തിന് ഒരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് ആ പാപം എങ്ങനെയാണ് ചെയ്തത്? ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ മതം പാപത്തിൻ്റെ കനിയാണ്. ഹലോ, റിലിജൻ ഇസ് എ ഫ്രൂട്ട് ഓഫ് സിൻ. കാരണം മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ് ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയത്. ആ വിച്ഛേദിച്ചു പോയത് കൊണ്ട് അവൻ മതം വഴി ബന്ധം പുനഃസ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മതം ഒരു തരത്തിൽ പാപത്തിൻ്റെ കനിയാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിൽ ഒരു മതത്തിന് സ്ഥാനമില്ല. കാരണം ദൈവം മക്കളുമായിട്ട് ഒരു ബന്ധം, മക്കളുടെ ഇടയിൽ വരുമ്പോൾ ആ ദൈവത്തിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല മക്കളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തോട് നോക്കുകയാണെങ്കിൽ മതവും അതിൻ്റെ കൂടെയുള്ള എല്ലാ പാരമ്പര്യവും നിയമവും ആചാരവും അനുഷ്ഠാനവും എല്ലാം എന്താണ്? നമ്മൾ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് നമ്മളെ മാറ്റുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? മതം ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് നമ്മളെ മാറ്റുകയാണ്. കാരണം എന്താണ്? നമുക്കറിയാം ഈദൻ തോട്ടത്തിൽ എന്താണ് പാപം ചെയ്തത്? അമേരിക്കൻ ആപ്പിൾ തിന്നല്ലേ, അല്ലേ? അവിടെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പിൾ എന്നൊക്കെ പറയുന്നത് വെറുതെ, ഇത് മനുഷ്യർക്ക് മനസ്സിലാകാനാണ്. ആപ്പിൾ നമ്മളെല്ലാം ചെറുപ്പത്തിലേ പഠിച്ചത് ആദാം ഒരു ആപ്പിൾ തിന്ന. ആപ്പിളല്ല, അത് പേരല്ല, മാങ്ങയല്ല, ഒന്നുമല്ല. ഇറ്റ് വാസ് ഡിസൊബീഡിയൻസ്, ആ അനുസരണക്കേട്. ദൈവത്തിനുള്ള ആശ്രയം, ദൈവം പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു സ്റ്റെപ്പ് പോവുക, അവർ സ്വന്തമാകുക, അവർ ഇൻഡിപെൻഡൻ്റ് ആകുക, ദൈവത്തിൽ നിന്നുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് പോവുക. അതാണ് ചെയ്ത പാപം. അപ്പോൾ ആ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു മതം സ്ഥാപിച്ചു. എങ്ങനെയാണ്? തിരിച്ച് ദൈവവുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രമ്യപ്പെടാമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ. കാരണം മനുഷ്യനറിയാം ആ ദൈവവുമായിട്ടുള്ള രമ്യതയിലേക്ക് പോയാലേ അവന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നാശത്തിലും രോഗത്തിലും അവൻ വലഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു പോയാൽ മാത്രമേ, നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ഉപമ, അവൻ ആ പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ അവനറിയാം അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടെ സമ്പന്നതയുണ്ടെന്നുള്ളത്. അപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ മതം എന്താണ്? ആ മനുഷ്യൻ തന്നെ ഒരു വഴി ഉണ്ടാക്കുകയാണ്. പക്ഷേ ദൈവത്തിനറിയാം മനുഷ്യൻ്റെ പ്രയത്നമൊന്നും അത് ഫലമുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പിതാവായ ദൈവം, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വചനത്തിൽ പറയുന്നത്, ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു, ആ സ്വന്തം പുത്രനെ ഒരു ബലിയായിട്ട് നമ്മൾക്ക് വേണ്ടി തന്നു, നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ ആ യേശു ക്രിസ്തു ഇവിടെ വന്ന് മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ രണ്ടുപേരും
നമ്മളെല്ലാവരും രക്ഷപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ മതം, മനുഷ്യനുണ്ടാക്കുന്ന മതവും അതിൻ്റെ പാരമ്പര്യവും ആചാര്യമെല്ലാം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പിന്നെയും അകറ്റുകയാണ്, ദൈവവുമായിട്ട് ശത്രുതയുണ്ടാക്കുകയാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? കാരണം ദൈവത്തിൻ്റെ വചനം ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനം, മതം എപ്പോഴും പറയുന്നതാണ് നിയമങ്ങളല്ലേ. മതത്തിലൂടെ നിയമമുണ്ടോ? എല്ലാ മതത്തിനും റൂൾ ബുക്സ് ഉണ്ട്, മെമ്മറാൻഡം ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, അല്ലേ? അത് ചെയ്യരുത്, ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഇത്ര ദിവസങ്ങളിൽ അത് ചെയ്യണം, ഇത്ര ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യണം, അല്ലേ? മതത്തിന് നിയമമുണ്ട്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ജീവനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. എന്താ സംഭവിക്കുക? മരണം സംഭവിക്കുകയാണ്. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു. ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മതം എപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുകയുള്ളൂ. കാരണം മതം മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഖനിയാണ്. ആ പാപത്തിൻ്റെ ഖനിയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുകയില്ല. രക്ഷ കിട്ടുന്നത് രക്ഷകനായ യേശു ക്രിസ്തു വഴി മാത്രമേ ഉള്ളൂ. മതം മനുഷ്യന് ഒരു ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയറിന് വേണ്ടി മനുഷ്യൻ കുറച്ചൊക്കെ ത്യാഗം ചെയ്ത്, കുറച്ചൊക്കെ മുട്ടയടിച്ച്, കുറച്ചൊക്കെ ഇങ്ങനെ ഉരുണ്ട്, കുറച്ചൊക്കെ മെഴുകുതിരി കത്തിച്ച്, കോഴിയെ കൊടുത്ത്, അല്ലെങ്കിൽ മുട്ട കൊടുത്ത്, അല്ലെങ്കിൽ കുറച്ച് കാശ് കൊണ്ടിട്ടിട്ട്, കാശൊക്കെ എന്നാ ദൈവത്തെ ബ്രൈബ് കൈക്കൂലി കൊടുത്ത്, അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഈ ലോകത്തിൽ നടക്കുന്ന കാര്യമുണ്ടല്ലോ. നമുക്കൊരു നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊണ്ട് പൈസ കൊണ്ട് കൊടുക്കുക. അതുപോലെ ദൈവത്തെയും മനുഷ്യനെ പോലെ തന്നെ കൺസിഡർ ചെയ്തിരിക്കുക. ദൈവത്തിനും കൊണ്ട് കുറച്ച് പൈസ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിത്തരാം. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തെമ്മാടിയായിട്ട്, കൊലപാതകയായിട്ട്, വ്യഭിചാരിയൊക്കെ ചെയ്ത് നടന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് കുറേ വേറെ വീട്ടുകാർ കുറേ പ്രാർത്ഥനയൊക്കെ ചൊല്ലി എങ്ങനെയെങ്കിലും തട്ടിമുട്ടി മുകളിലോട്ട് കയറി ചെല്ലാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു ബന്ധമില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റുകയില്ല. മരിച്ച വ്യക്തിക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. മരിച്ചവൻ മരിച്ചു കഴിയുക. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ആ ബന്ധം, മതമോ മതത്തിനോട് കൂടിയുള്ള എന്ത് ആചാര അനുഷ്ഠാനവും നമ്മളെ ദൈവത്തിൽ നിന്നേക്ക് അടുപ്പിക്കുകയില്ല, അതിനുപരി ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. കാരണം നേരത്തെ നമ്മൾ വായിച്ചു കേട്ടില്ലേ, നിങ്ങൾ നിയമാനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക. നിങ്ങൾ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോയിരിക്കുകയാണ്. അപ്പോൾ കൃപാവരത്തിൽ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൃപ എന്ന് പറയുന്ന ആരാണ്? യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ, രക്ഷകനായിട്ട് ബന്ധമില്ലെങ്കിൽ, ജീവനായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും രക്ഷപ്പെട്ട അവസ്ഥയല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവും മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം 10-11 വചനങ്ങൾ വായിക്കാം. ഇന്ന് സംഭവിക്കുന്ന ഇതാണ്. ഇത് സത്യം അറിയാവുന്ന വളരെ വ്യക്തികളും ആ സത്യത്തിലോട്ട് പ്രവേശിക്കുന്നില്ല. കാരണം അറിയാം, ആ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യും. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദിയർ സർവൈവൽ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത് അറിഞ്ഞൂടാ. അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു കാര്യമാണ് ഈ നുണ സ്പ്രെഡ് ചെയ്യണമെന്ന് എല്ലാവരെയും അറിയിച്ച് ആ കബളിപ്പിലൂടെ പോയാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. വായിച്ചേ. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുകം, യേശു ക്രിസ്തു വന്നിട്ട് ആ കുരിശിൽ മരിക്കേണ്ട വന്നു ഈ നുകം ഒന്ന് മാറ്റി വെക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുകം ഇപ്പോൾ ശിഷ്യരുടെ ചുമലിൽ വെച്ച് കെട്ടി, എന്തിന് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു? തിരിച്ചു കെട്ടി വെക്കുകയാണ്. യേശു ക്രിസ്തു വന്നിട്ട് ആ നുകം മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ട വന്നത്? മരിക്കേണ്ട വന്നു. ഹലോ, യേശു ക്രിസ്തു നമുക്കറിയാം ആദ്യത്തെ ഉടമ്പടിയുടെ നിയമത്തിന്റെ നുകമായിരുന്നു. ആ നുകം മാറ്റാനായിട്ട് ഒന്ന് വായിച്ചേ, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 20-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ആ നുകം മാറ്റാനായിട്ട് യേശു ക്രിസ്തു എന്താ ചെയ്യേണ്ടത് കേട്ടോ? ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. രക്തത്തിലൂടെയാണ് ആ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. അപ്പോൾ നുകം അങ്ങോട്ട് പോയി, നമുക്കൊരു ഫ്രീഡം കിട്ടി. പിന്നെ ഈ നിയമസ്ഥരും ഫരിസ്യരും അവരെന്താ ചെയ്യുന്നത്? വായിച്ചേ, അതൊന്നും കൂടെ വായിച്ചേ. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുകം ഇപ്പോൾ ശിഷ്യരുടെ ചുമലിൽ വെച്ച് കെട്ടി, എന്തിന് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു? നമ്മൾ അങ്ങനെ ആ പുതിയ ഉടമ്പടിയെ നിഷേധിച്ചിട്ട് പഴയ ഉടമ്പടി മതിയെന്ന് പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കുരിശുമരണം തന്നെ നിഷേധിക്കുകയാണ്. അവരെ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ മാതിരി ഡോണ്ട് ടെസ്റ്റ് മീ, ഡോണ്ട് ടെസ്റ്റ് ദ ലോർഡ്. ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ. എവിടെയാണ്?
മലാക്കായി പ്രവാചന പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നത് ടെസ്റ്റ് മീ. അവിടെ അല്ലാതെ വേറെ പറഞ്ഞിട്ടില്ല. പറയുന്നതൊക്കെ ഡു നോട്ട് ടെസ്റ്റ് ദ ലോർഡ്. ഓജേ, അവരെപ്പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലാണെന്ന് നാം വിശ്വസിക്കുന്നു. അല്ലാതെ അത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അല്ല പ്രിയപ്പെട്ടവരെ. രക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കൃപ, മതമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, ഒന്നുമല്ല. വെറും യേശു ക്രിസ്തുവിന്റെ കൃപ. ഒന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ കൃപ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം ഒന്ന് വായിക്കുക. ഇന്ന് സംഭവിക്കുന്നത് ഇതാണ്. ഇന്ന് സംഭവിക്കുന്നത് ആ അജ്ഞത കൊണ്ട് മനുഷ്യൻ they are allowing the people in authority to put burdens on them. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. പിന്നെ 13-ാമത്തെ വചനം വായിച്ചേ. 13, 14, 15 വായിച്ചേ. മത്തായി 23. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസിയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുകയാണ്. നമുക്കറിയാം, ഞാൻ നിയമത്തെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ആ സ്വർഗരാജ്യത്തിലോട്ട് എന്നെ കൊണ്ടുപോകേണ്ട രക്ഷകനായ യേശുവുമായിട്ട് എനിക്ക് ബന്ധമില്ല. അപ്പോൾ എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഇവര് എന്താണ് ചെയ്യുന്നത്? മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടയ്ക്കുകയാണ്. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസിയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ എവിടെയാണ്? മതത്തിൽ. ആരുടെ മതത്തിലാ? നിങ്ങളുടെ മതത്തില്. നിങ്ങളുടെ മതത്തിൽ ഒരാളെ ചേർക്കുക. യേശു ക്രിസ്തു പറഞ്ഞില്ല നിങ്ങൾ എന്റെ മതത്തിൽ, പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മതത്തിൽ. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരക സന്തതിയാക്കി തീർക്കുന്നു. കാരണം എന്താണ്? ആ മതത്തിലൂടെ രക്ഷയില്ല. പാവം വഴിയെ പോയവനെയാണ്. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ, അവനെ ഈ മതത്തിനകത്തോട് ചേർത്തിട്ട് നാശം കൊണ്ടുപോവാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിവേകിച്ച് അറിയണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കി ആ സത്യവചനം യേശു ക്രിസ്തു എന്ന രക്ഷകനെ മാത്രം, കാരണം അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഒരു മതത്തിനും ഒരു വ്യക്തിക്കും കവണൻ പീപ്പിളിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ രക്ഷിക്കാൻ പറ്റുകയില്ല. ഒരേ ഒരു വ്യക്തി, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഒരു പാസ്റ്ററിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ഹലോ, ഒരു ബിഷപ്പിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ആരായിക്കോട്ടെ, ഒരു വ്യക്തിക്കും. ഒരേ ഒരു വ്യക്തി, കാരണം അവന് അവകാശമുണ്ട്. ഹി ഈസ് എ ഹൈ പ്രീസ്റ്റ് ഓഫ് യുവർ കൺഫെഷൻ. അവനാണ് എൻ്റെ പ്രധാന പുരോഹിതൻ. അവൻ്റെ രക്തം കൊണ്ടാണ് അവൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്നത്. അവൻ്റെ പാപത്തിനുള്ള പരിഹാരമായ രക്തം ഇതേ എന്ന് പറയാൻ അവന് മാത്രമേ യോഗ്യതയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈസ് ഓൺലി വൺ ഹു കൻ സേവ് യു. വേറെ ആരെങ്കിലും വഴി രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കബളിക്കപ്പെടുകയാണ്. ആർക്കൊക്കെ കബളിക്കപ്പെടാൻ ഇഷ്ടമുണ്ട്? ഓക്കെ, പ്രിയപ്പെട്ടവരെ, ബി കെയർഫുൾ. കാരണം ഈ ഇന്നത്തെ കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലമാണ്. സാത്താൻ വരുന്നത് എന്താണ്? ഈ കംസ് ആസ് എൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ്, അല്ലേ? ഒരു പ്രകാശ ദൂതനോ, വെളിച്ചത്തിൻ്റെ ദൂതനായിട്ടും അവൻ വരും. അപ്പോൾ രൂപങ്ങളും ഭാവങ്ങളും കണ്ട് നിങ്ങൾ വീഴരുത്. വചനമുണ്ടോ എന്ന് നോക്കണം. വചനം സത്യവചനമാണോ എന്ന് കൂടെ നോക്കണം. കാരണം ഞങ്ങൾ ഈയിടെ ഒരു വചനം കേട്ടു. ഓ ഹല്ലേലൂയ! വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദാവീദിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്, ഞാൻ തുറന്നാൽ അതൊന്നും അടയ്ക്കാൻ പറ്റുകയില്ല, ഞാൻ അടച്ചാലൊന്നും അത് തുറക്കാൻ പറ്റുകയില്ല. ഇന്ന് വേറൊരു വചനം എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണിക്കുന്നില്ല. കേട്ടതെന്താണ്? വേറൊരു വ്യക്തിയുണ്ട്, സ്വർഗം പൂട്ടിയത് തുറക്കാൻ പറ്റും, സ്വർഗം അടച്ചത് പൂട്ടാൻ പറ്റും എന്ന് പറയുന്ന വേറൊരു വ്യക്തിയുണ്ട്. പത്രോസിൻ്റെ താക്കോലാണ്, ആരുടെ താക്കോലാണ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദൈവത്തിൻ്റെ വചനം, സത്യവചനം പറയുന്നത്, ഓ ഹല്ലേലൂയ, ദാവീദിന്റെ താക്കോലുള്ള യേശു ക്രിസ്തു പൂട്ടിയാൽ ആർക്കും തുറക്കാൻ പറ്റുകയില്ല, തുറന്നാൽ ആർക്കും പൂട്ടാൻ പറ്റുകയില്ല. അത് മാത്രമേ സത്യമുള്ളൂ. ബാക്കിയെല്ലാം വ്യാജമാണ്, നാശത്തിലേക്ക് പോകുന്ന വ്യാജമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 8-ാമത്തെ 31-32 വചനങ്ങൾ പറയുന്നത്. ഒന്ന് വായിച്ചേ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്നിനൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ആരോടാണ് യേശു ക്രിസ്തു ഈ വചനം പറഞ്ഞത്? ശിഷ്യന്മാരോട്. ആരോടാ? യഹൂദന്മാരായ വിശ്വാസികളോട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നിങ്ങളെ വിശ്വാസികളായിട്ട് നിൽക്കാനല്ല പറയുന്നത് കേട്ടോ. യേശു ക്രിസ്തു പറയുന്നത് വിശ്വാസികളായിട്ട് നിൽക്കാനല്ല. കാരണം വിശ്വാസികൾ എന്ന് പറയുന്നത് യു ബിലീവ്. നിങ്ങളെന്താ ബിലീവ് ചെയ്യുന്നത്? സാത്താൻ ബിലീവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടോ? സാത്താൻ ബിലീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വചനത്തോടെ നോക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ?
ഇന്ന് ഒരു സാമാന്യ ക്രിസ്ത്യാനി സാത്താൻ്റെ വിശ്വാസം പോലും ഇല്ല. സാത്താൻ ചെയ്യുന്നത് പോലും ചെയ്യുകയില്ല. ഒന്ന് വായിച്ചേ. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു വിശ്വാസിയായിട്ട് കാര്യമില്ല, വിശ്വാസി മാത്രമായിട്ട് കാര്യമില്ല. പിശാചും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ അവിടെയും പിശാചുക്കളും ഉണ്ടാകും. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പിന്നെയും ചില വിശ്വാസികൾ പോലും ചെയ്യാത്ത അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിക്കോഡേമസ് പോലെയുള്ള വ്യക്തികളുണ്ട്. ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വിശ്വാസികൾ ചെയ്യാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ സാത്താൻ ചെയ്യും. മർക്കോസിന് സുവിശേഷം 5-ാമത്തെ അധ്യായം 6-7 വായിക്കോ. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. അവനാരായിരുന്നു? പിശാച്. അപ്പൊ ആ ചെയ്ത് ആരാണ്? ദാറ്റ് ഈസ് എ സ്പിരിറ്റ് അല്ലേ? അവൻ എന്താ ചെയ്തത്? ഹി വർഷിപ്ഡ് ഹിം. ഇന്ന് ഒരു പ്രാർത്ഥനാ കൂട്ടത്തില് ഓ ഹല്ലേലൂയ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ എത്ര പേര് കൈകൾ പോലും പൊക്കുകയില്ല. എന്താ? നാണം അല്ലേ? നാണം കൊണ്ട്. പക്ഷെ ഇവിടെ പിശാച് എന്ത് ചെയ്തു? ഹി വർഷിപ്ഡ് ഹിം. ഹല്ലേലൂയ. പിന്നെ റോമാക്കാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇഫ് യു കൺഫെസ് വിത്ത് യുവർ ലിപ്സ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. ഈ പിശാച് 7-ാമത്തെ വചനം എന്ത് ചെയ്യുന്നു പറയാം, വായിച്ചേ. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വെറുതെ അങ്ങനെയല്ല പറഞ്ഞത്. അവൻ ബർത്തിമേസ് വിളിച്ച് പറഞ്ഞില്ലേ, അതുപോലെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താണ്? മഹോന്നതനായ ദൈവത്തിന്റെ പുത്രായ യേശുവേ. യേശുവേ. അവൻ ജഗദീശാന്നൊന്നും വിളിച്ചില്ല. അവൻ പറഞ്ഞു ഓ ഹല്ലേലൂയ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുവേ. He acknowledged that he is the son of the mighty God. Hallelujah. And that his name was Jesus. എത്ര പേര് വിളിച്ചു പറയും? എത്ര വിശ്വാസികൾക്ക് ധൈര്യമുണ്ട് വിളിച്ചു പറയാൻ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശ്വാസിയായിട്ട് കാര്യമില്ല. യു മസ്റ്റ് ബി എ ഡിസൈപ്പിൾ. യു മസ്റ്റ് ബി എ ശിഷ്യനാകണം. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പലവരും വിശ്വാസിയെ നിങ്ങൾ ആ ക്യൂ നിന്നിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, പത്രോസിൻ്റെ അവിടെ പത്രോസ് ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും നമ്മൾ ആ ഒരു സങ്കല്പമായിട്ട് ക്യൂവിൽ നിന്ന് സ്വർഗത്തിലോട്ട് എൻട്രി ഉണ്ടോ എന്ന് നോക്കുന്ന ക്യൂവിനകത്ത് ചിലപ്പം സാത്താനും നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം അവനും വിശ്വാസിയായിരുന്നു, നിങ്ങൾ പറയുന്നത് പോലെ. കാരണം യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? 66 ഐസയ പ്രവാചന പുസ്തകം 66-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു കടാക്ഷിക്കുന്നത് എങ്ങനത്തെ വ്യക്തിയാണ്? വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവനെ. എന്താണ്? ബിക്കോസ് ഹി നോസ് ഹി ഈസ് ദി ഓസം ഗോഡ്. ഓ ഹല്ലേലൂയ, ഇറ്റ് ഈസ് ദി ഓസം ഗോഡ് ഹു സ്പീക്കിംഗ് ത്രൂ ദ വേർഡ് എന്ന് മനസ്സിലാക്കി അത് അംഗീകരിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് ദൈവം കടാക്ഷിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എന്ന വചനത്തിൽ പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരു കമ്മീഷൻ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഒരു കമ്മീഷൻ തന്നിട്ടുണ്ട്. മത്തായി 28:19-20 വായിച്ചേ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. എല്ലാ ജനതകളെയും വിശ്വാസികളാക്കുക അല്ലേ? എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്താനാണ് ദൈവം നമ്മൾക്കൊരു കമാൻഡ് തന്നിരിക്കുന്നത് അല്ലേ? ആ ശിഷ്യന്റെ വിശേഷം എന്താണ്? യോഹന്നാൻ 8:31 വായിച്ചേ. ആ ശിഷ്യൻ ആരാണെന്നുള്ളത്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. അവനാണ് ശിഷ്യൻ. എന്റെ വചനത്തിൽ, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, ഇഫ് മൈ വേർഡ്സ് അബൈഡ് ഇൻ യു, യു ആർ ഇൻഡീഡ് മൈ ഡിസൈപ്പിൾസ്. ആ വചനം പറയുന്നതെല്ലാം അനുസരിക്കുന്നവനാണ് യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യൻ. നമ്മൾക്ക് ഓരോരുത്തർ കിട്ടിയിരിക്കുന്ന കമാൻഡ് എന്താണ്? നിങ്ങൾ പോയിട്ട് ശിഷ്യരെ ഉണ്ടാക്കുവാനാണ്, അല്ലാതെ വിശ്വാസികളല്ല. വിശ്വാസികൾ കോടി കണക്കിനുണ്ട്. കാരണം എല്ലാവരും, യേശു ക്രിസ്തു ഒരു ചരിത്ര വ്യക്തിയല്ലേ? ഈസ് എ ഹിസ്റ്റോറിക് ഫിഗർ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഈസ് എ ഹിസ്റ്റോറിക് ഫാക്ട് അല്ലേ? അതിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. പിശാചും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്വീകാര്യമായത് ആരാണ്? ശിഷ്യന്മാരാണ്. 2 യോഹന്നാൻ 1:9 ലേഖനം ഒന്ന് വായിക്കാമോ? ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അംഗീകാരം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവന്റെ പ്രബോധനം, ഹൂ ഹി ഈസ് ഫേം ഇൻ ദ ഡോക്ട്രിൻ, അതിൽ നിലനിൽക്കുന്നവനാണ് ദൈവമുള്ളത്. പിതാവുണ്ട്, പുത്രനും അവന്റെ കൂടെയുണ്ട്. പിന്നെ നമുക്ക് വചനത്തോടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവം സ്നേഹമാണ്. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ സ്നേഹം എവിടെയാണ് പ്രകടമാകുന്നത്? ദൈവവും നമ്മളുമായിട്ടുള്ള ആ ബന്ധത്തിൽ, ഇൻ ദ റിലേഷൻഷിപ്പ്. ദ ലവ് ഓഫ് ഗോഡ് ഇസ് മാനിഫെസ്റ്റഡ് ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ഇൻ എ റിലിജൻ. ഇറ്റ് ഈസ് മതത്തിലല്ല പ്രിയപ്പെട്ടവരെ. കാരണം നമുക്കറിയാം, യേശു ക്രിസ്തു ആ നിയമത്തിനെയൊക്കെ അടിക്കടന്നിട്ടാണ് ദൈവം യേശു ക്രിസ്തു പ്രവർത്തിച്ചത്. ഒരു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം,
ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, അവിടെ ഫരിസേയർ യേശുവിനെ കുറ്റം പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ചോദിച്ചു, ദാവീദ് അല്ലേ, ദാവീദ് പോയിട്ട് യേശുക്രിസ്തു വയലിൽ ഗോതമ്പ് മണി തിരുമി അവർ തിന്നെന്ന് പറഞ്ഞപ്പോൾ അല്ലേ, യേശുക്രിസ്തു അതൊരു കുറ്റമായിട്ട് കണക്കാക്കിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കൈ ശോഷിച്ച ഒരു വ്യക്തിയെ സാബത്ത് ദിവസം സൗഖ്യം കൊടുത്തു. അതിപ്പം ദൈവം വചനം എന്താ പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ലോർഡ് ഓഫ് ദ സാബത്ത്. അവൻ മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവിടെ ആ ഒരു നിയമത്തിനേക്കാൾ പ്രാധാന്യമുള്ളത് സ്നേഹമാണ്, കൃപയാണ്, ദൈവത്തിൻ്റെ ആ റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള ബന്ധം, അതാണ് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം. റോമാക്കാരുടെ ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, കാരണം സ്നേഹം ഈ നിയമവും ഈ മതത്തിനേക്കാളൊക്കെ അതികടക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒന്ന് വായിച്ചേ, റോമൻസ് 5:8. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ കാരണം പാപികളായിരുന്നെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനം നമുക്ക് ശിക്ഷയാണ് കിട്ടേണ്ടത്, മരണമാണ് കിട്ടേണ്ടത് അല്ലേ? ഹലോ, വിചാരം ചെയ്ത ഒരു വ്യക്തിക്ക് എന്താണ് ശിക്ഷ? കല്ലുകൊണ്ട് എറിഞ്ഞ് കൊല്ലുക. അങ്ങനെ നമ്മൾ പാപികളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശിക്ഷ അർഹതയുള്ളപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവം യേശുക്രിസ്തു വന്നിട്ട് നിയമത്തിനെ, പഴയ ഉടമ്പടിയിലുള്ള നിയമം അല്ലെങ്കിൽ അന്നത്തെ ആ മതത്തിനേക്കാൾ അത് അതികടക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 4-5 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ പിന്നെയും പറയുന്നുണ്ട്, നമ്മൾ പാപ അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. ഒന്ന് വായിച്ചേ. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ഇപ്പം എവിടെയെങ്കിലും മതം എന്ന് കേട്ടിട്ടുണ്ടോ? മതം നമ്മൾ വചനത്തിൽ വായിച്ച എവിടെയെങ്കിലും മതം എന്ന് കേട്ടോ? ഇല്ലല്ലോ. എല്ലാം ക്രിസ്തു, കൃപ, സ്നേഹം അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ സ്നേഹം എന്തിൽ നിന്ന് വരുന്നതാണ്? ഒരു ബന്ധത്തിൽ നിന്ന് വരുന്നതല്ലേ സ്നേഹം അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുമായിട്ട്, പിതാവിൻ്റെ മക്കളുമായ നമ്മളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. പിന്നെ എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിക്കോ. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഇന്ന് നമുക്കറിയണം, ഇന്ന് ശത്രുത ലോകത്തിൽ ഇപ്പം ഈ ലോകത്ത് ഇപ്പം നടക്കുന്ന ഒരു സംഭവം നോക്കുകയാണെങ്കിൽ, ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ, ലെബനോൺ, സിറിയ, ഇറാൻ, അവിടെയൊക്കെ വളരെയധികം ശത്രുതയും മരണവും നടക്കുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? മതം. കാരണം ഇവിടെ വചനം പറയുന്നത് യേശുക്രിസ്തു എന്താണ്? അവൻ സ്നേഹമാണ്. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഹി ഈസ് ലവ്. ഹി ഹാസ് ബ്രോക്കൺ ഡൗൺ ദ വാൾ ഓഫ് സെപ്പറേഷൻ, ദാറ്റ് ഈസ് the walls of religion that separates people. The walls of religion that separates people. ആരെയാണ്? From the Jew, from the Gentile. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് എന്താണ്? മതം മാറ്റിവെക്കുവാനായിട്ടും ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ he died to break down the walls of separation. ഇന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവർ. നമുക്കറിയാം, ഇവിടെ നമ്മളുടെ രാജ്യത്തിന് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമ്മളൊന്നും അനുഭവിച്ചില്ല. നോർത്ത് ഇന്ത്യയിൽ ഇത്രയധികം അക്രമം ഉണ്ടായതിൻ്റെ പേരിലാണ് മതം. ഇന്ന് പ്രശ്നങ്ങളുണ്ടാകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തു വചനത്തിൽ 2 എഫീഷ്യൻസും 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഹി ഹാസ് ബ്രോക്കൺ ഡൗൺ ദ വാൾ ഓഫ് സെപ്പറേഷൻ, ദ റിലിജിയൻ ദാറ്റ് സെപ്പറേറ്റ്സ് പീപ്പിൾ, ഹി ഹാസ് ബ്രോക്കൺ ഇറ്റ് ഡൗൺ. മതം കൊണ്ടുള്ള ആ മതത്തിൻ്റെതായ ആ മതിലുകൾ യേശുക്രിസ്തു തകർത്ത് കളഞ്ഞു എന്നാ പറയുന്നത്. അപ്പോൾ മതത്തിന് സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് ഒരു വെളിപാട് തരാൻ പറയണം. യേശുക്രിസ്തു വന്നത് ഈസ് ടു ഡിസ്ട്രോയ് ദ വാൾസ് ദാറ്റ് സെപ്പറേറ്റ് പീപ്പിൾ. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ബാരിയേഴ്സ് വരും ഇല്ലേ? മതമാണ്, അല്ലാതെ നമ്മുടെ തൊലിയുടെ നിറമോ പൊക്കോ വീതിയോ നണ്ണോ ഒന്നുമല്ല. മതം എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ സെപ്പറേഷൻ. അന്ന് തോന്നുന്നുണ്ടോ നിങ്ങളോർക്കും? ഉണ്ട്. സോ യേശു വന്നത് സമാധാനം സ്ഥാപിക്കാൻ. തുടക്കം എന്താണ്? 14-ാമത്തെ വചനം എങ്ങനെ തുടങ്ങുന്നത്? അവൻ നമ്മളുടെ സമാധാനമാണ്. ആ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മതത്തിന്റെ മതിലുകൾ തകരണം. അവൻ തകർത്ത് കഴിഞ്ഞു. പക്ഷെ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. മനുഷ്യൻ
സമ്മതിക്കുന്നില്ല. കാരണം ആ മനുഷ്യന് മതങ്ങൾ നിലനിർത്തുന്നതിൽ അവന് ഒരു സ്വാർത്ഥതയുണ്ട്, അവൻ അതിൽ നിന്ന് കുറച്ച് കിട്ടുവാനുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പ്ലാനും പദ്ധതിയും നടക്കുന്നില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 15-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, കാരണം മലയാളം ഡസ് നോട്ട് ബ്രിങ് ഔട്ട് ദ കറക്റ്റ് മീനിങ്. എബോളിഷൻ ഇസ് ഫ്ലെഷ്, ദാറ്റ് ഇസ് ബൈ ഹിസ് ഡെത്ത്, അവൻ്റെ മരണത്തിലൂടെ അവൻ്റെ ശരീരത്തിൽ. ദ എനിമിറ്റി ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദ കമാൻഡ്മെന്റ്സ് contained in the ordinances, the law made us sin. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ ഒന്ന് വായിച്ച മലയാളം നോക്കട്ടെ. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. അപ്പൊ നിയമങ്ങളുടെ ആധിപത്യം അവന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. നിയമം എന്താണ്? മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം, അല്ലേ? നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പഴയ ഉടമ്പടിയിലാണ് നിയമം കിട്ടിയത്, അല്ലേ? അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? ജൂയിഷ് ദ സിനഗോഗ്, അല്ലേ? അവിടുത്തെ ഫരീസി, അവിടെ, അല്ലേ? ഹലോ, നിയമം മോശ വഴി നൽകപ്പെട്ട നിയമം അത് അഡ്മിനിസ്റ്റർ എന്താ പറയാ, അത് നടപ്പിലാക്കുന്നത് ആര് വഴിയാണ്? യഹൂദ പുരോഹിതന്മാർ വഴി, അല്ലേ? അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറയുന്നത് abolished in his flesh the enmity that is the law of the commandments contained in the ordinances. അപ്പോൾ അവൻ്റെ കുരിശുമരണം വഴി അവൻ്റെ ശരീരത്തിലൂടെ അവൻ ആ നിയമങ്ങളെ റദ്ദാക്കി കളഞ്ഞു. പക്ഷെ മനുഷ്യൻ സമ്മതിക്കുകയില്ല. കാരണം മനുഷ്യന് അവിടെ അതിൽ നിന്ന് അതിനെ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്, ചൂഷണം ചെയ്തിട്ട് അവൻ അതിൽ നിന്ന് കുറച്ച് നേടാനുണ്ട്. അതുകൊണ്ട് അത് സമ്മതിക്കുകയില്ല. പിന്നെ 16-ാമത്തെ വചനം, ബാക്കി സോ ദാറ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, സോ ആസ് ടു ക്രിയേറ്റ് ഇൻ ഹിംസെൽഫ്, ദാറ്റ് ഈസ് യേശുവിൽ, വൺ ന്യൂ മാൻ നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ഹിസ് റിലിജൻ ഫ്രം ദ ടു ബൈ മേക്കിംഗ് പീസ്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ, രണ്ട് മതക്കാർ തമ്മിൽ അവൻ ആ മതിലുകൾ തകർത്തിട്ട് ഇത് ഒന്നാക്കാനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി എന്താണ്? കാരണം ഒരു കുടുംബാംഗങ്ങളാണെങ്കിൽ എൻ്റെ മകൻ മകള് അവർക്ക് പല ഷേപ്പും പല നിറവും പല വെയിറ്റും ആയിരിക്കും, പക്ഷെ അവരെല്ലാവരും എൻ്റെ മക്കളാണ്, അല്ലേ? ഹലോ, നിങ്ങൾക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 പേർക്ക് ഒരേ നിറമായിരിക്കുകയില്ല, ഹലോ, ഒരേ പൊക്കമായിരിക്കുകയില്ല, അല്ലേ? അതുപോലെ തന്നെ പല ജനതകളുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഒന്നാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ മതിലുകൾ, മതത്തിൻ്റെ മതിലുകൾ തകർത്ത് ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളാക്കുവാനാണ് ദൈവം യേശുക്രിസ്തു മരിച്ചത്. അവൻ്റെ ശരീരത്തിലൂടെ അവൻ അത് നേടി. പക്ഷേ മനുഷ്യനത് സ്വീകരിക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, 16-ാമത്തെ വചനം പറയുന്നത്, that he might reconcile them both, that is the Jew and the Gentile, to God, to re-establish a relationship. അന്ന് പാപം വഴി നഷ്ടപ്പെട്ട ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. To God in one body through the cross, thereby putting to death the enmity with God. അപ്പോൾ ദൈവമായിട്ടുള്ള ശത്രുത എല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ടുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞല്ലോ, all have sinned and fallen short of the glory of God, അല്ലേ? എല്ലാവരും പാപം ചെയ്തിട്ട് ദൈവമഹത്വത്തിൽ നിന്ന് വീട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ദൈവത്തിലേക്ക്, പിതാവിലേക്ക് എല്ലാ ജനതകളെയും അവനിലൂടെ തിരിച്ച് രമ്യപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്കറിയാം 17-ാമത്തെ വചനം പറയുന്നത്, and he came and preached peace to you who were far off and to those who were near. Far off ആരാണ്? വിജാതീയര്, അകലെയുള്ളവര്, ദൂരെയുള്ളവരാണ്. അടുത്തുള്ളവരാരാണ്? യഹൂദര്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദൈവം വന്നിട്ട് ആ സമാധാനത്തിൻ്റെ സന്ദേശം പ്രസംഗിച്ചു. എന്തിനു വേണ്ടിയാണ്? കാരണം അവൻ ഒരു ക്രിയ ആ കുരിശിൽ ചെയ്തിട്ടുണ്ട്. ആ ക്രിയ എന്താണെന്നും ആ ക്രിയയിലൂടെ അവർക്ക് എന്ത് നേടുവാൻ പറ്റുമെന്നും അവരെ അറിയിക്കുവാൻ വേണ്ടി ആ പഴയ ഉടമ്പടി മാറ്റിവെച്ചിട്ട് പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ദൈവവുമായിട്ട് രമ്യപ്പെടുവാനുള്ള അവകാശമുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുവാൻ. കാരണം എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം പറയുന്നത്, for through him we both, that is the Jew and the Gentile, have access by one spirit to the Father. ഇരു കൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവകാശം അവൻ നേടിയെടുത്തിട്ടുണ്ട്. കാരണം യേശുവിൻ്റെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിൽ മതങ്ങളില്ല, പ്രിയപ്പെട്ടവരെ, മതങ്ങൾ ഇല്ല. എല്ലാവരും യഹൂദൻ ഇന്ന് യഹൂദൻ എന്ന് പറയുന്ന വ്യക്തികൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ലോകത്തിൽ പല നേഷൻസ്, പല രാജ്യങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ചൈനക്കാരുണ്ട്, ഇല്ലേ? അമേരിക്കൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, പാകിസ്ഥാനിലുണ്ട്. ലോകത്തിൽ എവിടെ നോക്കിയാലും യേശുവിനെ സ്വീകരിച്ച വ്യക്തികളുണ്ട്. യഹൂദര് കുറച്ച് പേര് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിലുള്ള ജനതകൾ മുഴുവൻ യേശുവിനെ സ്വീകരിക്കണമെന്നാണ്.
യേശുവേ